സൂചിപ്പിച്ചതുപോലെ ബിജെപിക്ക് അകത്ത് നിന്ന് തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ, സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ അനുശോചനക്കുറിപ്പല്ലാതെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇക്കാര്യം ഈ ആത്മഹത്യാ വിവരം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ ഒക്കെ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ ഇങ്ങനെ ഒരു കടബാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അയൽവാസികൾക്ക്, ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, BJP പ്രവർത്തകർക്ക് ഒക്കെ അറിയാമായിരുന്നു. ഈ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് BJP നേതാക്കളെ നിരന്തരമായി ആയി സമീപിച്ചിട്ടും അവർ സഹായം നൽകിയിട്ടില്ല, അവരിൽ നിന്നൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് മരണം, ആത്മഹത്യ ഉണ്ടായത് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ഈ തിരുമലയിലെ ഈ ഓഫീസിലേക്ക് മാധ്യമങ്ങൾ എത്തുകയും മാധ്യമപ്രവർത്തകരെ, അവിടെ എത്തിയ BJP പ്രവർത്തകരും നേതാക്കളും ഒക്കെ സംഘം ചേർന്ന് ആക്രമിക്കാനും ആ ഓഫീസിൽ നിന്ന് മാറ്റാനുമുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റ് ഭാഗങ്ങളിലെ BJP പ്രവർത്തകർക്ക് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അമർഷമാണുള്ളത്. കാരണം ഈ മാധ്യമങ്ങളെ മാത്രം വായ മൂടി കിട്ടിയാൽ മാറുന്നതല്ല നിലവിൽ ഈ ആരോപണ മുനയിൽ നിൽക്കുന്ന സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ എന്നുള്ള കൃത്യമായ നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ ആണ് ബാക്കിയുള്ളത്. അതിനിടയിലാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മുഖമായിട്ടുള്ള തിരുമല അനിൽ എന്ന് പറയുന്നയാൾക്ക് ഈ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ, അതും ഒരു സഹകരണ സംഘം നടത്തിയതിന്റെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പല നേതാക്കളെയും ഒരുപാട് തവണ സമീപിച്ച് തന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇടപെടണം, ഒന്ന് സഹായിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും ഒരു സഹായവും അവർക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്തെത്തിയത്. അതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. തന്നെ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു എന്നുള്ള കാര്യം ഫേസ്ബുക്കിലെ അനുശോചനക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതുതന്നെയാണ്. അതിനർത്ഥം സ്വാഭാവികമായും അവസാനത്തെ ഒരു സഹായം തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷിച്ച കയ്യിൽ നിന്ന് പോലും അത് ലഭിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു മനപ്രയാസത്തിൽ തന്നെയായിരിക്കണം സ്വാഭാവികമായും തിരുമല അനിൽ ആത്മഹത്യയിലേക്ക് കടന്നത് എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പലരോടും സഹായം ചോദിച്ചു, പക്ഷേ ആ സഹായമൊന്നും തനിക്ക് ലഭ്യമായില്ല. ഇനി ആത്മഹത്യയല്ലാതെ മറ്റ് വഴിയില്ല എന്നെഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സഹകരണ സംഘം താൻ നടത്തിയപ്പോൾ ഉണ്ടായ ബാധ്യതയല്ല എന്നുള്ളതും അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോടും BJP നേതാക്കളോടും ഒക്കെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും അനിലിനെ കരകയറ്റാൻ ഇവരാരും ശ്രമിച്ചില്ല, സഹായിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണുന്നത്. അതിന്റെ രക്തസാക്ഷി കൂടിയാണ് നിലവിൽ അനിൽ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും തിരുമലയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ BJP അണികൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്കിലെ ഈ ചരമക്കുറിപ്പിന് താഴെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കമന്റുകളും നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. കന്യാസ്ത്രീകളെയും ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒക്കെ സഹായിക്കാൻ ഒരുപാട് പണം ചെലവഴിക്കാം, ഒരുപാട്. അതെ, അത് തന്നെയാണ് വിജയനി സൂചിപ്പിച്ചതുപോലെ. ആ പോസ്റ്റിന് താഴെയുള്ള കമന്റ്സ് നോക്കുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ പ്രവർത്തകരെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? പ്രവർത്തകരെ കൂടി സഹായിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അങ്ങനെ പ്രസിഡന്റിന് കഴിയില്ലല്ലോ. അമൃത, തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയ വിമർശനം സംസ്ഥാന നേതൃത്വത്തിൽ, പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി അംഗങ്ങളിൽ ഒക്കെ ഉണ്ട്. ഇങ്ങനെ സംസ്ഥാന നേതൃത്വം ഒരു സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒരു നേതൃത്വമായി മാറുകയാണ്. നേതാക്കൾ നേരിട്ട് ആളുകളോട് ഇടപെടുന്നില്ല, ആർഭാട ജീവിതം നയിക്കുന്നു, മറ്റ് പലതിനും പുറകെ പോകുന്നു, ക്രൈസ്തവ നയതന്ത്രം കൂടുതലാകുന്നു, അത് ഓവറാകുന്നു എന്നുള്ള വിമർശനം ഉൾപ്പെടെ ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ ഉയർന്നതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സാധാരണ ഒരു BJP പ്രവർത്തകൻ, തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട BJP നേതാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചത് BJP തന്നെയാണ് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. കാരണം അവർക്ക് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ, അദ്ദേഹത്തെ സഹായിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി, ദേശീയ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ കടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ കുറച്ച് കാലതാമസം ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ കഴിയുമായിരുന്നു. പക്ഷേ അതിലൊന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമായി ലക്ഷ്യമായി മുന്നോട്ട് പോവുകയാണ് BJP സംസ്ഥാന നേതൃത്വം എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ 2 മാസം കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് നോക്കാം, എന്നിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ BJP സംസ്ഥാന നേതൃത്വത്തിന് തന്നെ കഴിയുമായിരുന്നു. പക്ഷേ അതിനുള്ള ഇടപെടൽ പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലും ഒപ്പം തന്നെ ഈ നേതാക്കളും പ്രവർത്തകരും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യവും
കാര്യവും അതുതന്നെയാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. വീട്ടുകാർക്കും കുടുംബത്തിനും ഒക്കെ പ്രിയപ്പെട്ട ആൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ സൗമ്യമായ ഒരു BJP മുഖം തന്നെയായിരുന്നു തിരുമല അനിൽ എന്ന് പറയുന്നത്. എല്ലാവരോടും നന്നായി ഇടപഴകുന്ന ആളായിരുന്നു. അങ്ങനെ ആ പ്രദേശത്തെ മാത്രമല്ല BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒരു പ്രധാന നേതാവായി, അണികളെ കൂട്ടാൻ കഴിവുറ്റ ഒരു നേതാവായി ഒക്കെ വളർന്നു വന്ന ആളാണ്. അടിത്തട്ടിൽ നിന്ന് BJP പ്രവർത്തനവും ഒപ്പം തന്നെ സംഘപരിവാർ പ്രവർത്തനവും ഒക്കെ നടത്തി വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനം. അമൃത.